A complete redesigned iOS. The definition is iOS 26. Yes, ഒരു കംപ്ലീറ്റ് റീഡിസൈനും ഓവർഹാളും ചെയ്തിരിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ആണ് iOS 26 എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ, iPadOS, WatchOS, macOS എന്നിങ്ങനെ എല്ലാ സോഫ്റ്റ്വെയർസിനും പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു അപ്ഡേഷനിൽ വന്ന മേജർ മാറ്റങ്ങൾ എല്ലാം നമുക്ക് സംസാരിക്കാം. ഓരോ ഇൻഡെപ്ത് ഫീച്ചേഴ്സും ചേഞ്ചസും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് നിങ്ങൾ ഒരു പ്രൈമറി ഫോണാണ് iOSന്റെ പുതിയ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേ ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ എന്നിങ്ങനെ കുറേയധികം ഇഷ്യൂസ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാർണിംഗ് ആയിട്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ഒരിക്കലും ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യരുത്. സോ ഇതേപോലുള്ള അടിപൊളി ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ ചേഞ്ച് നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പുതിയ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആണ് ഈ ഒരു iOSൽ ത്രൂ ഔട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ലിക്വിഡ് ഗ്ലാസ്. അങ്ങനെയാണ് ആപ്പിൾ ഈ ഒരു എഫക്റ്റിന് വിളിക്കുന്നത്. ഈ ഒരു ഫോൾഡേഴ്സും അതോടൊപ്പം പുതിയ പുതിയ ഐക്കൺസും നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എല്ലാം ഒരു ഗ്ലാസ് ഫിനിഷാണ് കാണിക്കുന്നത്. ഈ ഒരു ഫോൾഡേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരുന്ന വാൾപേപ്പറിൻ്റെ ആ ഒരു ഒപ്പേസിറ്റിയും ട്രാൻസ്ലൂസൻറ്റും ആ ഒരു ഷാഡോയും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡേഴ്സിലും കാണാൻ പറ്റും. ഈ ഒരു സെയിം ഓപ്ഷൻ അക്രോസ് എല്ലാ സോഫ്റ്റ്വെയർസിലും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഐപാഡിലും, മാക്കിലും, വാച്ചിലും എല്ലാത്തിലും ഈ ഒരു ട്രാൻസ്ലൂസൻറ്റും ബാക്കി ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വന്നത് ഈ ഒരു അപ്ഡേഷൻ്റെ കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്ററിലും ഈ ഒരു ഗ്ലാസ് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ത്രൂ ഔട്ട് എല്ലാ ഓപ്ഷനിലും ഈ ഒരു ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് ഇവിടെ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ചെറിയൊരു മാറ്റമായിട്ട് വരുത്തണമെന്ന് കരുതുന്നത് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലെ ട്രാൻസ്ലൂസൻ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ ബാക്കിൽ എനിക്ക് സെറ്റിങ്സ് കാണാം, എൻ്റെ ഫോൾഡേഴ്സ് കാണാം. ആ ഒരു ചെറിയ ഓപ്ഷൻ മാറ്റി കുറച്ചും കൂടെ ഒരു ബോൾഡ് ലുക്ക് ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിൽ വരുത്തുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മുടെ അടുത്ത ചേഞ്ച് ആയിട്ടുള്ള ലോക്ക് സ്ക്രീനിലേക്ക് നോക്കാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു പോർഷനാണ് ഈ പറയുന്ന ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇന്ന് വരെയും കാണാത്ത ആ ഒരു ടൈമിൻ്റെ ഫോണ്ടും അതിൻ്റെ ഇൻ്റഗ്രേഷനും വാൾപേപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഈ ഒരു ടൈമും ബാക്കി കാര്യങ്ങളും നമ്മുടെ ഐഫോണിന് ഒരു പുതിയ ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മുടെ വിജിറ്റിന് പുതിയ സ്പേസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. താഴത്തേക്കായിട്ട് ഈ പറഞ്ഞ വിജിറ്റുകൾ ആപ്പിൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബഗ് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഫോക്കസ് ആക്ച്വലി ഇതിൻ്റെ രണ്ട് വിജിറ്റിൻ്റെയും നടുക്കാണ് വരേണ്ടത്. ഇവിടെ കുറച്ച് നേരം കയറിയാണ് ഈ പറഞ്ഞ ഫോക്കസ് മോഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ആ ഒരു ബഗ് ഇപ്പോൾ iOSന്റെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കാം. കസ്റ്റമൈസേഷൻ കൊടുത്തിട്ട് ഈ പറഞ്ഞ ടൈം നിങ്ങൾക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ പറഞ്ഞ ടൈം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വാൾപേപ്പറും അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ വിജിറ്റ്സ് എനിക്ക് ഇതേപോലെ അസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ പുതിയൊരു വിജിറ്റും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് ഡൺ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇത്രയും സീംലെസ് ആയിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇനി മുതൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഹോം സ്ക്രീനിൽ പുതിയ ഒരു കസ്റ്റമൈസേഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇവിടെ എഡിറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കൈയിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ആ ഒരു ഓപ്ഷൻ ഭയങ്കര ഫ്ലൂയിഡായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കസ്റ്റമൈസ് ഓപ്ഷൻ എടുക്കാം. കസ്റ്റമൈസ് ഓപ്ഷനിൽ പുതിയ ഒരു ഓപ്ഷൻ പറയുന്നത് ക്ലിയർ എന്നുള്ള പേരിലാണ്. ആ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. എല്ലാ ആപ്ലിക്കേഷൻസും ഒരു ക്ലിയർ ലുക്കിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു iOS 26ൽ എല്ലാ ആപ്ലിക്കേഷനും വാൾപേപ്പറായിട്ട് ഒരു ക്ലിയർ ഗ്ലാസി ലുക്കിലേക്ക് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം വിജിറ്റ്സിലും ഈ പറഞ്ഞ ഗ്ലാസ് ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലിയർ ലുക്ക് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്ലിയർ ലുക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ചില സമയത്ത് നമുക്ക് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ ഫോൾഡർ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് റാൻഡം ആപ്ലിക്കേഷൻ നമുക്ക് തപ്പിയെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് ആപ്പ് ഐക്കൺസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ക്ലോക്കിൻ്റെ ആപ്പ് ഐക്കൺ നമുക്കിവിടെ പുതുതായിട്ട് ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പോഡ്കാസ്റ്റ്, ബുക്സ് ആൻഡ് വാളറ്റ് എന്നീ പറഞ്ഞ ആപ്ലിക്കേഷൻസും ആപ്പിളിൻ്റെ ഈ ലോഗോ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫയൽസ് ആപ്പ്, ഐട്യൂൺസ്, ജേർണൽ, പാസ്കോഡ് എന്നീ പറഞ്ഞ പുതിയ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയ ആപ്ലിക്കേഷൻസിലും പുതിയ ആപ്പിൻ്റെ ഐക്കൺ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ടിപ്സ്, ഷോർട്ട് കട്ട്സ് ആൻഡ് ഈ പറഞ്ഞ മെയിൽ ആപ്പിലും പുതിയൊരു ആപ്പ് ഐക്കൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെവലപ്പേഴ്സിൻ്റെയും
പുതിയൊരു ആപ്പ് ഐക്കൺ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇങ്ങനെ കുറച്ചധികം ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നമ്മുടെ ക്യാമറ ആപ്പിനും ഒരു പുതിയ ഐക്കൺ അല്ലെങ്കിൽ പുതിയ ലോഗോ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ക്യാമറ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് അടുത്തൊരു മേജർ മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനാണ്. നേരെ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ എടുക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ക്ലീൻ ഇൻ്റർഫേസ് ആണ് ഈ പറഞ്ഞ ക്യാമറ ആപ്പിൽ ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ മോസ്റ്റ്ലി എടുക്കുന്ന 2 ഓപ്ഷൻസും ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഒന്ന് വീഡിയോയും 2 ഫോട്ടോസും. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ ഹിഡൻ ആയിരിക്കും. ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ തെളിഞ്ഞു വരും. ഇപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് മാറ്റണമെങ്കിൽ പൊക്കത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷൻസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മേജർ ഓപ്ഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ഇവിടെ എനിക്ക് ആക്സസ് ചെയ്യാം. സെയിം ഫീച്ചേഴ്സ് തന്നെ നമുക്ക് വീഡിയോയിലും വരും. വീഡിയോ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കുറച്ച് ഫോർമാറ്റ്സിൻ്റെ ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ പറഞ്ഞ ഫോണിലുണ്ടാകുന്ന സെറ്റിങ്സ് ഇവിടെ ആക്സസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ ഫ്രെയിം റേറ്റും ബാക്കി റെസൊല്യൂഷൻസും ബാക്കി കാര്യങ്ങളും എനിക്കൊരു കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈസി ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ക്യാമറ ആപ്പും ആപ്പിൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്ത് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്യാമറ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് iOS 18 ആപ്പിളിന് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്ലിക്കേഷനാണ്. ഫോട്ടോസ് ആപ്ലിക്കേഷൻ്റെയും ആപ്പ് ഐക്കൺ ചെറുതായിട്ട് ആപ്പിൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടാണ് iOS 26 കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഈ ആപ്ലിക്കേഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ക്ലീൻ ലുക്കിലാണ് ആപ്പിൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലൈബ്രറിയും 2 കളക്ഷൻസും. ഈ പറഞ്ഞ കളക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ യൂട്ടിലിറ്റീസും ബാക്കിയുള്ള മീഡിയ ടൈപ്സും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് വാൾപേപ്പർ സെഷൻ ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഒരു ഈസി ഓഫ് ആക്സസിന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറേയധികം ഓപ്ഷൻസും ഫിൽട്ടേഴ്സിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ് ലുക്ക് ഫിനിഷിൽ iOSൻ്റെ പുതിയ ഫോട്ടോസ് ആപ്പും ആപ്പിൾ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വന്നിരുന്ന മാറ്റം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു ഫീച്ചറാണ്. ഇറ്റ്സ് കോൾഡ് ബാറ്ററി ഇൻ്റലിജൻസ്. ഈ പറഞ്ഞ ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പേര് നമുക്ക് മാറ്റാം. ഇറ്റ്സ് കോൾഡ് ബാറ്ററി എസ്റ്റിമേറ്റഡ് ടൈം. കാരണം iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ഈ ഒരു ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. ഞാൻ നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ ബാറ്ററി എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു ഇൻ്റർഫേസ് ആണ് ബാറ്ററിയുടെ ഓപ്ഷനിൽ കാണിക്കുന്നത്. അക്രോസ് നമ്മുടെ ഈ പറയുന്ന സെറ്റിങ്സ് പേജിൽ ആപ്പിൾ ഈ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് പുതിയ ടോഗിൾ ഐക്കൺസും അതോടൊപ്പം ഗ്ലിഫുകളും കാണാൻ പറ്റും. ഈ പറഞ്ഞ ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് എല്ലാ iOSനും ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ എൻ്റെ ഡിവൈസ് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാണ്. ചാർജ് കുത്തിക്കുമ്പോഴത്തേക്കും ഇവിടെ ചാർജിങ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് തൊട്ടുപൊക്കത്തൊരു എക്സ്ക്ലമേറ്ററി ചിഹ്നവും നമ്മുടെ ഫോൺ 80% ആവാൻ 31 മിനിറ്റും അതോടൊപ്പം 100% ആവാൻ 2+ hours എടുക്കുമെന്നാണ് ഇവിടെ നമുക്കൊരു എസ്റ്റിമേറ്റഡ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ എല്ലാവരും കരുതിയത് നമ്മുടെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ്. മേ ബി വരുന്ന അപ്ഡേറ്റിൽ ആ ലോക്ക് സ്ക്രീൻ ആക്സസ് ആപ്പിൾ ബാറ്ററിക്ക് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി സ്റ്റേറ്റസ് ആണെങ്കിൽ ബാറ്ററി സെറ്റിങ്സിൽ പോയാൽ മാത്രമാണ് ഈ പറഞ്ഞ എസ്റ്റിമേറ്റഡ് ടൈമും ബാക്കി കാര്യങ്ങളും എനിക്കറിയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ 2 മണിക്കൂറും ബാക്കി കാര്യങ്ങളും കാണിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എൻ്റെ ബാറ്ററി ഹെൽത്ത് ഓൾറെഡി 74 ആയിട്ട് ഡീഗ്രേഡ് ആണ്. മേ ബി ആ ഒരു ചാൻസ് കൊണ്ടായിരിക്കാം എൻ്റെ ഡിവൈസ് കംപ്ലീറ്റ് ചാർജിങ് ടൈം ഇത്രമാത്രം കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ യൂഷ്വലി എൻ്റെ ഫോൺ ചാർജ് കുത്താണെങ്കിൽ ഇത്രമാത്രം സമയമൊന്നും 100% ആവാൻ എടുക്കാറില്ല. മേ ബി ഇതൊരു ബഗ് ആവാനും ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഒരു കറക്റ്റ് എസ്റ്റിമേറ്റഡ് ടൈം കാണിക്കുന്നുണ്ട്. 37 മിനിറ്റും 1 മണിക്കൂറും 33 മിനിറ്റുമാണ് 100% ആവാൻ എൻ്റെ ഫോണിൽ കാണിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആപ്പിലാണ്. ഫോൺ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ ഒന്ന് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ഇവിടെ കോൾസ്, കോൺടാക്ട്സ്, കീപാഡ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു സെർച്ച് ഓപ്ഷനും. പൊക്കത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഫിൽട്ടേഴ്സ് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ 2 ഓപ്ഷൻസ് ആണ് ആപ്പിൾ തരുന്നത്. ഒന്ന് ക്ലാസിക്കും രണ്ടാമത്തെ യൂണിഫൈഡ്. ക്ലാസിക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു മറന്നു വരുന്ന ആ ഒരു പഴയ ലേഔട്ട്, ഈ പറഞ്ഞ ഫേവറേറ്റ്, റീസെൻറ്റ്, കോൺടാക്ട്, കീപാഡ്, വോയിസ് മെയിൽ എന്നിങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഗ്ലാസ്സിലൂടെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആ ഒരു സെയിം ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെയിം എഫക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഞാൻ റീസെൻ്റ് എടുത്തു. ഈ പറഞ്ഞ യൂണിഫൈഡ് എന്നുള്ള പുതിയ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ്സ് ആണ്
ഏറ്റവും പൊക്കത്ത് വന്നിരിക്കുന്നത് താഴത്ത് നിങ്ങളുടെ കോൾ ലോഗും വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ സെയിം ഫിൽട്ടർ ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്ഡ് കോൾസുകൾ, വോയിസ് നോട്ടുകൾ, അതോടൊപ്പം അൺനോൺ കോളേഴ്സ്, സ്പാം എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാനേജ് ഫിൽട്ടറിംഗ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴാണ് ആപ്പിളിൻ്റെ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് വന്നിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് മൂവ് ടു അൺനോൺ കോളേഴ്സ് ആൻഡ് കോൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. കോൾ സ്ക്രീനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏതെങ്കിലും സ്പാമും അതേപോലെ ഫ്രോഡായിട്ടുള്ള ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു കോള് പോലും നമ്മുടെ ഫോണിലേക്ക് പോപ്പപ്പ് ആവില്ല. അതിന് പകരം ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ കോള് കട്ട് ചെയ്യാനും ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയ കോൾ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫോണിലേക്ക് ആ ഒരു കോൾ ഓപ്ഷൻ പോപ്പപ്പ് ആവുള്ളൂ. സോ അങ്ങനെ കുറച്ച് പുതിയ ഓപ്ഷൻസ് ഈ പറയുന്ന ഫോൺ ആപ്ലിക്കേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കോളിംഗ് സിസ്റ്റത്തിലും ചെറിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കോളിംഗ് ഇന്റർഫേസിലേക്ക് നോക്കുമ്പോഴും ആ ഒരു ഗ്ലാസി എഫക്റ്റ് ഇവിടെയും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ചെറിയ ആനിമേഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡി ആനിമേഷൻ വന്നിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ട് താഴത്ത് നിങ്ങൾക്ക് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പുതിയൊരു ആളെ നമുക്ക് കോൾ ചെയ്യാൻ. രണ്ടാമത് നമ്മുടെ കോണ്ടാക്ട് കാർഡ്. മൂന്നാമത് കോൾ റെക്കോർഡിംഗ്. നാലാമത്തെ ഒരു പുതിയ ഫീച്ചറാണ് ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ കെയറിൽ വിളിച്ചു. ആ ഒരു കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ നിങ്ങളോട് പറയും ഞാൻ വേറൊരു വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാം, ഒന്ന് ഹോൾഡ് ചെയ്യണം എന്ന്. ആ ഒരു ഹോൾഡിംഗ് പീരീഡ് ഇനി മുതൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫോൺ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുകയും ആ ഒരു ഹോൾഡിംഗ് ടൈമിൽ നിങ്ങളുടെ ഐഫോൺ യൂഷ്വലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. നിങ്ങൾ കണക്ട് ചെയ്യുന്ന വ്യക്തി ഓൾറെഡി ഈ പറഞ്ഞ കോള് കണക്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഹോൾഡ് അസിസ്റ്റന്റ് നിങ്ങളോട് പറയും കോൾ കണക്ട് ആയിട്ടുണ്ട്, വ്യക്തി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെന്ന്. ആ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ മാത്രം നമുക്ക് കോളുകൾ പിന്നീട് സംസാരിച്ചാൽ മതി. അത്രയും നേരം നമ്മൾ വെറുതെ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയ കാര്യം ഐഫോണിൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പുതിയ ഫീച്ചറാണ് ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ മെസ്സേജിങ് ആപ്പിലാണ്. മെസ്സേജിങ് ആപ്പിൽ ഇനി മുതൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആപ്പിൾ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്ന ഡിവൈസിനാണെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് പ്ലേഗ്രൗണ്ട് വഴിയും നിങ്ങൾക്ക് പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം ഫോട്ടോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീസെറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഒരു വാട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഡൈനാമിക് ലുക്കിലേക്കാണ് ഈ പറഞ്ഞ ചാറ്റ് ഇനി മാറാൻ പോകുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഇതൊരു ബഗ് ആയിരിക്കാം. നമുക്ക് വേറൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്തു. കളർ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൈനാമിക് ഫ്ലൂയിഡ് ആയിട്ടുള്ള ആ ഒരു ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ പറഞ്ഞ രണ്ട് കളേഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ യെല്ലോ ആക്കി, ഈ പറഞ്ഞ റെഡ് ഞാനിവിടെ ബ്ലാക്ക് ആക്കി. നോക്കും മനസ്സിലാവും അത്രമാത്രം ഒരു ഫ്ലൂയിഡ് ലുക്കും അതോടൊപ്പം ഡൈനാമിക് റേഞ്ചും ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം iMessageൽ ഇനി മുതൽ നിങ്ങൾക്ക് പോളിംഗ് ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്ന ഫീച്ചർ എനിക്ക് വലിയൊരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് വന്ന കംപ്ലീറ്റ് റീചേഞ്ച് ആപ്ലിക്കേഷനാണ് നമ്മുടെ മ്യൂസിക് ആപ്പ് എന്ന് പറയുന്നത്. മ്യൂസിക് ആപ്പിലും കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലാസി ഫിനിഷ് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നമ്മുടെ നൗ പ്ലേയിങ് ഓപ്ഷൻ ഈ പറയുന്ന ഇൻ്റർഫേസിൻ്റെ പൊക്കത്തേക്ക് ഫ്ലോട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു മ്യൂസിക് താഴത്തേക്ക് പോവുകയും ബാക്കിയുള്ള ഓപ്ഷൻസ് ഇങ്ങോട്ട് അലോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹോം, ന്യൂ, റേഡിയോ, ലൈബ്രറി എന്ന ഓപ്ഷനും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം മ്യൂസിക് ഇൻ്റർഫേസിൻ്റെ ഈ ഒരു ആൽബം കവറിലും പുതുതായിട്ട് ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ പാട്ട് പ്ലേ ചെയ്യാണ്. ഈ പറഞ്ഞ പാട്ട് ലോക്ക് സ്ക്രീനിൽ പുതുതായിട്ടൊരു ഓപ്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആർട്ട് കവറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീൻ ആ ഒരു ആർട്ട് കവറായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂവ്മെൻ്റ് ഉള്ള പുതിയ ആർട്ട് കവേഴ്സൊക്കെ വരുന്നുണ്ട്. ചില സെലക്റ്റഡ് സോങ്സിൽ മാത്രമായിരിക്കും ആ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുക. ഇവിടെ ടൈം പൊക്കത്ത് കൊടുത്തിട്ടുണ്ട് 10:22. അതോടൊപ്പം ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമും ഡേറ്റും പഴയൊരു ഇൻ്റർഫേസിലേക്ക് മാറുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അടുത്ത വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പിൻ ആൽബം എന്ന പുതിയ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് വേണ്ട കുറച്ച് ട്രാക്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന പുതിയ പാട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് നൊസ്റ്റാൾജിക് ആയ സോങ്സ് വേണമെങ്കിലും ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മ്യൂസിക്സ് എടുത്താലും ഈ പറഞ്ഞ പിന്നിങ് ഓപ്ഷനിൽ ആ ഒരു മ്യൂസിക് എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യും. പിന്നീട് അത് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ അൺപിൻ ആൽബം കൊടുത്താൽ
ഓട്ടോമാറ്റിക്കലി അത് അൺപിൻ ആയി പോവുകയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം പിന്നീട് ആപ്പിൾ റിലീസ് ചെയ്ത 2 ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷനാണ്. ഒന്ന് ഗെയിംസും 2 പ്രിവ്യൂവും എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം ആപ്ലിക്കേഷനിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ ആപ്പിൾ യൂഷ്വൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ഹോം, ആർക്കേഡ്, പ്ലേ ടുഗദർ എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. പ്ലേ ടുഗദർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാരായിട്ട് ഒരു കോമ്പറ്റീഷൻ സെറ്റ് ചെയ്യുകയും ഈവൻ ദോ ഒരു സിംഗിൾ പ്ലെയർ ഗെയിം ആണെങ്കിൽ പോലും ആ ഒരു ഗെയിമിൽ വരെയും നമുക്ക് കോമ്പറ്റീഷൻ സെറ്റ് ചെയ്യുകയും പോയിന്റുകളും അതോടൊപ്പം നമുക്ക് കുറച്ചധികം ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ലൈബ്രറി ഓപ്ഷനിൽ നമ്മൾ ഇന്നേ വരെ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഗെയിംസുകളും ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം നമുക്ക് വരാവുന്ന അപ്ഡേറ്റ്സും ഇവന്റും ആൻഡ് അച്ചീവ്മെന്റ്സും ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ ഗെയിമേഴ്സിന് ഇനി മുതൽ ഈ പറഞ്ഞ ഐഫോൺ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ എലിവേറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നീട് വന്ന ആപ്ലിക്കേഷനാണ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി നമ്മുടെ മാക്ബുക്കിലേക്ക് ഉള്ളതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ചധികം ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ഈ ഒരു ഫോട്ടോ കുറച്ച് എൻഹാൻസ് ചെയ്യാനും ഈ പറഞ്ഞ പ്രിവ്യൂ എന്ന ആപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സഫാരി ആപ്ലിക്കേഷനാണ്. സഫാരിയിൽ നോക്കുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് ആയിട്ട് ഒരു ലുക്ക്, ഒരു മിനിമൽ ലുക്കാണ് ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന സ്ക്രോളിംഗ് സമയത്ത് വെബ്സൈറ്റിൻ്റെ എല്ലാ ഓപ്ഷൻസും താഴത്തേക്ക് ചെറിയൊരു ഓപ്ഷനായിട്ട് സ്ട്രിങ്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടെ പോപ്പ് ആയിട്ടുണ്ട്. ഇവിടെ റീഫ്രഷിൻ്റെ ഓപ്ഷൻ, അതോടൊപ്പം ഇവിടെ കുറച്ച് നമുക്ക് മെനു ബാറുകളും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ ബുക്ക് മാർക്കും അതോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും പുതിയ ടാബ് എടുക്കാനുള്ള ഓപ്ഷനും എല്ലാം ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബാക്കിലേക്ക് പോകാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെയും ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ലുക്ക് ഇവിടെ പോപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ലുക്ക് വരെയും എന്ത് സീംലെസ് ആയിട്ടാണ് മാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ഒരു ചേഞ്ചും ആ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ മാറ്റവും സഫാരി ആപ്ലിക്കേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു മാറ്റങ്ങൾ എല്ലാം മേജറായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ iOS 26ൻ്റെ ലുക്കിൽ തന്നെയാണ്. ഇനി കുറേയധികം ഓപ്ഷൻസും അതോടൊപ്പം ഫണ്ടമെൻ്റൽ ചേഞ്ചസും iOS 26ൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നമുക്കൊരു ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കാം. ഈ ഒരു വീഡിയോയിൽ ഈ പറയുന്ന മേജർ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതോടൊപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ ആപ്പിളിൻ്റെ റെഗുലർ ആയിട്ടുള്ള വീഡിയോസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ടെലിഗ്രാമിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Yebin Xavier signing from Evika.